തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ്. തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ് എന്ന് പറയുന്നത് 70 സെന്റിമീറ്ററിലും കുറവ് മഴ ലഭിക്കുന്നിടത്ത്, 70 സെന്റിമീറ്ററിലും കുറവ് റെയിൻഫാൾ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ് ഉള്ളത്. അതായത് നമ്മളുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ അത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. അവിടെ ഏറ്റവും കൂടുതലുള്ളത് തോണായിട്ടുള്ള ചെടികൾ, അതായത് മുള്ളുള്ള ചെടികളാണ്. അതുപോലെ സ്ക്രബ്സ്, അതായത് ചെറിയ ചെറിയ ഷ്രബ്സും അവിടെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങളുടെ പ്രത്യേകത എന്താ, അവിടുത്തെ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടുത്തെ ചെടികൾ അവിടെ വാട്ടർ വളരെ കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട് വളരെ കൂടുതലായി. ഈ ചെടികൾക്കെല്ലാം വലിയ റൂട്ടുകൾ കാണും. അതുപോലെ ഇല ഭയങ്കര തിക്കായി, മോയ്സ്ചർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ ലീവ്സ് വളരെ തിക്കായിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അതിന്റെ സ്റ്റെമ്മിന് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതരം ട്രീസ് ആണ് നമുക്ക് ഈ തോൺ ഫോറസ്റ്റിൽ കാണപ്പെടുക. അപ്പൊ ഈ തോൺ ഫോറസ്റ്റിൽ കാണുന്ന ട്രീസ് ഏതൊക്കെയായിരിക്കും? അക്കേഷ്യ, യൂഫോർബിയ, കാക്ടസ്, പല അങ്ങനെയുള്ള കള്ളിമുൾ ചെടികൾ എന്ന് കേട്ടിട്ടില്ലേ? കാക്ടസ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് അക്കേഷ്യ മരങ്ങള്. ഇങ്ങനെയുള്ള ചെടികളാണ് നമുക്ക് ഈ പറയുന്ന തോൺ ഫോറസ്റ്റിൽ കാണപ്പെടാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ കാണുന്ന, അതായത് തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ സാധനങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലെ മരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറിക്കപ്പെട്ട് കിടക്കും. ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറിക്കപ്പെട്ട് കിടക്കുന്ന പോലെയാണ് ഈ പറയുന്ന ഇതിന്റെ ഒരു ഘടന. അപ്പം ഇവിടെ ഏതൊക്കെ ടൈപ്പ് ജീവികളുണ്ട്? ഫോക്സ് ഉണ്ട്, ക്യാമലുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോഴ്സ്, വൈൽഡ് ആസ് എന്ന് പറഞ്ഞാൽ കാട്ടുകഴുതകളൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, വൂൾഫ് ഉണ്ട്. അങ്ങനെയുള്ള ജീവികളാണ് ഈ പറയുന്ന തോൺ ഫോറസ്റ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ജീവികൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ തോൺ ഫോറസ്റ്റ് എവിടെയാണുള്ളത്? ഏറ്റവും കൂടുതൽ തോൺ ഫോറസ്റ്റ് ഗുജറാത്തിലും രാജസ്ഥാനിലുമാണ് ഉള്ളത്. കാരണം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മരുഭൂമി ഉള്ളത്.